ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഹിമാനോഷ്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടുള്ള സമയം കിട്ടാഞ്ഞിട്ടാണ് കേട്ടോ. ഒത്തിരി വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ഫോണിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്നും എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും സമയം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും ഭയങ്കര മഴയും കാറ്റുമൊക്കെ അല്ലേ. അപ്പോൾ ഇവിടെ എന്താ ഭയങ്കര മഴയും കാറ്റുമൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ മഴയത്ത് ഇതാ വീണിട്ടുള്ള ഇലകളാണ് കേട്ടോ ഈ കാണണേ. എല്ലാ ദിവസത്തെയും മുറ്റത്തിൻ്റെ ഒരു അവസ്ഥ ഇത് തന്നെയാണ്. നല്ല മഴയുള്ള സമയത്ത് നല്ല ചവറുണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ഈ ചവറ് കാണിച്ചു തന്നെ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ആദ്യം തന്നെ ഞാൻ ഇതാ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഈ മഴയത്ത് എനിക്ക് വീണ് കിട്ടിയിട്ടുള്ള ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇതാണ്. കണ്ടോ, എനിക്ക് ഇത്ര മാങ്ങ താഴെ വീണ് കിട്ടി. ഇത് ഫുള്ളും കാറ്റത്ത് താഴെ വീണ മാങ്ങയാണ്. അപ്പം ഞാൻ ആദ്യമേ തന്നെ ഇതൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഈ മാങ്ങ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഹസ്ബൻഡ് പറഞ്ഞു, നാളെ നമുക്ക് ജോലിക്ക് പോണേക്ക് മുമ്പ് പറ്റണത്രയും മാങ്ങ പറിച്ചിട്ട് പോവാന്ന്. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് താഴെ വീണ് ഇതേപോലെ പോകും. നമുക്ക് താഴെ വീഴുന്ന മാങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ പൊട്ടിപ്പോകും. അതിൻ്റെ ചുനചോവയൊക്കെ അകത്ത് കയറും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ മാങ്ങ പറിക്കാൻ വേണ്ടി ടെറസിൽ പോയി. ടെറസിലാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ മാങ്ങ പറിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. പക്ഷെ അതായാലും വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാണുന്ന പോലെയല്ല, നമുക്ക് ഈ തോട്ടി വെച്ചിട്ട് ഇങ്ങനെ പറിക്കാമെന്ന് പറയുമ്പോൾ തോട്ടിയുടെ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, അത് ഇത്ര ലോങ്ങിൽ പിടിച്ചിട്ട് പറിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് താഴെ പോയിട്ടാണ് ബാക്കി മാങ്ങയൊക്കെ പറിച്ചത്. കുറേയൊക്കെ മുകളിൽ നിന്ന് തന്നെ പറിച്ചെടുത്തു. അപ്പോൾ ഇച്ചുമോക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അവളിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ മാങ്ങ പറിക്കണതൊക്കെ കാണുന്നത്. അച്ഛനെ എന്താ ചെയ്യണേന്ന് നോക്കി കുഞ്ഞ് അടുത്ത് തന്നെ നിൽക്കുമായിരുന്നു. കുറേ നേരം അവളിതൊക്കെ കണ്ട് നിന്നു. പിന്നെ അവളെയും കൂട്ടി ഞങ്ങൾ താഴത്തേക്ക് പോയി. ഒരു കാര്യം കൂടി കാണിച്ചു തരാം. ഇത് നമ്മുടെ വീടിൻ്റെ മേലെ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ. ഈ ആദ്യം കാണുന്നതാണ് നമ്മുടെ നാട്ടുമാവ്. പിന്നെ കാണുന്നതാണ് നമ്മുടെ 2 മൂവാണ്ടൻ മാവ്. ഇത്തവണ അത്യാവശ്യം മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മാത്തുമ്മേൽ. പിന്നെ ഈ കാണുന്നത് മുഴുവൻ നമ്മുടെ വീടിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളാണ്. മേലെ ഒന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തിന് കൂർക്കപ്പാടം എന്നാണ് പറയുക. നമ്മുടെ വീടിൽ നിന്ന് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു പാടമാണ് കേട്ടോ. കണ്ണെത്താത്ത അത്രയും വലിയൊരു പാടമാണ്. ഇത് നമ്മുടെ വീടിനോട് ചേർന്നിട്ടുള്ളൊരു കുളമാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഫുൾ ഹരിതാഭയും പച്ചപ്പൊക്കെയാണ്. ഈ പച്ചപ്പൊക്കെ പറിച്ചെടുക്കാനായിട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ട്. മഴ അങ്ങോട്ട് പെയ്യുമ്പോൾ തന്നെ പുല്ല് ആർത്ത് പിടിച്ച് വരും. എത്ര പറിച്ചാലും തീരില്ല, അത്രയും പുല്ലായിരിക്കും കേട്ടോ. അപ്പം ഇന്നത്തെ മാങ്ങ പറിക്കലൊക്കെ ഏകദേശം കഴിഞ്ഞു. നമ്മൾ 2-3 ദിവസം കൊണ്ടാണ് മാങ്ങയൊക്കെ പറിച്ച് തീർത്തത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം പറിച്ച മാങ്ങ കാണിച്ചു തരാം. ഇതേപോലെ 3 ബക്കറ്റ് നിറച്ച് മാങ്ങ നമുക്ക് കിട്ടി. അപ്പോൾ തന്നെ അമ്മ അത് പാക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കുവാണ്. ഈ നാട്ടുമ്പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതിപ്പോൾ ചക്കയോ മാങ്ങയോ തേങ്ങയോ എന്താണെങ്കിലും നമ്മൾ തൊട്ടടുത്തുള്ള വീട്ടിലേക്കൊക്കെ അതിൻ്റെ ഒരു പങ്ക് കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അമ്മ ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാ മാങ്ങയും കൂടി ഇറയത്തേക്ക് ചൊരിഞ്ഞിടാണ്. ഇനി ആൾ തന്നെ അതിന് നല്ലതൊക്കെ പെറുക്കി തിരിഞ്ഞ് കവറിലാക്കി എല്ലാ വീട്ടിലും കൊണ്ടുപോയി കൊടുത്തോളും. അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ എന്തുണ്ടെങ്കിലും എല്ലായിടത്തേക്കും അതിൻ്റെ പങ്ക് കൊടുക്കുക എന്നുള്ളത് അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അമ്മ ഇഷ്ടത്തോടു കൂടി അത് ചെയ്തോളൂ. നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇതേമാതിരി എല്ലാം പറക്കി തിരിഞ്ഞ് കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാ വീട്ടിലും, അടുത്തുള്ള എല്ലാ വീട്ടിലും നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഫസ്റ്റത്തെ ട്രിപ്പ് മാങ്ങ പറിക്കലും പങ്കുവെക്കലും ഒക്കെ കഴിഞ്ഞു. 2ാമത്തെ ദിവസമാണ് ബാക്കിയുള്ള മാങ്ങയൊക്കെ പറിക്കുന്നത്. അനുഷേട്ടനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ മോളും ചിറ്റയുടെ മോളും ഒക്കെയാണ് കേട്ടോ ഉള്ളത്. അവർക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവർ ഓടി നടന്നിട്ടായിരുന്നു മാങ്ങ പെറുക്കുന്നതും ബക്കറ്റിലാക്കണതും വെക്കലും ഒക്കെ. അവർക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു, പിള്ളേർക്ക് 2 പേർക്കും. താഴെ നിന്ന് പറ്റാത്ത മാങ്ങയൊക്കെ ലാസ്റ്റ് മേലെ കയറുന്നിട്ട് തന്നെയാണ് പറിച്ചത്. എന്നാലും മുഴുവൻ പറിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ നിറച്ച് അണ്ണാനും കിളികളുമാണ്. അപ്പോൾ അവർക്കുള്ള പങ്കൊക്കെ അവിടെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ മാങ്ങ പറിച്ചെടുത്തത്. ഇത് നമ്മുടെ 2ാമത്തെ ദിവസം കിട്ടിയിട്ടുള്ള മാങ്ങയാണ്. ഇത് ഫുള്ള് എൻ്റെ ഓഫീസിലേക്കും ചേട്ടൻ്റെ ഓഫീസിലേക്കും എൻ്റെ വീട്ടിലേക്കും ഒക്കെ ഉള്ളതാണ്. അങ്ങനെ അവർക്ക് കൊടുക്കാനുള്ള പങ്കും ഒക്കെ കൊടുത്തു. ബാക്കിയുള്ള മാങ്ങ മുഴുവൻ നമ്മൾ കുറേയൊക്കെ ചെത്തി കഴിച്ചു. പിന്നെ കുറേ ജ്യൂസ് അടിച്ച് കഴിച്ചു.
ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ മാങ്ങ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.